ആ ഉണ്ണിയേട്ട അവിടെ ഇരിക്കണ്ടല്ലോ, നമുക്ക് മൂപ്പരെ പോയൊന്ന് കണ്ടാലോ? ആ എന്താടാ ബുക്കും പെന്നൊക്കെ കണ്ടിട്ടൊരു പിരിവാണ് തോന്നുന്നുണ്ടല്ലോ. ആ നിങ്ങളെ കണ്ടാന്നായി. ഞങ്ങൾ ആ പെരുന്നാൾ പ്രോഗ്രാമിന്റെ പിരിവിലാണേ. അല്ല നമ്മൾ ഈ 100-100 തന്നിട്ട് എന്താകാൻ നിങ്ങൾക്ക്? അതിന് നമ്മൾ നിങ്ങളെ മാത്രമല്ലേ, നമ്മൾ പുറത്തുനിന്ന് നമ്മളെ പ്രവാസികളെ മറ്റുള്ള ആളുകളുടെ ഒക്കെ സഹായത്തിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. അല്ല നമ്മൾ സെക്യൂരിനെ വിളിക്കണോ? ഇതല്ലേ മറക്കരുത് കേട്ടോ. പിന്നെ സെക്യൂരിനെ വിളിച്ചുമ്പോൾ എന്നോടും കൂടി ഒന്ന് പറയണം. ഞാൻ 2-3 സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ഓർമ്മിപ്പിക്കാനാ. അത് കുഴപ്പമില്ലേ, ഓനൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവും. നിങ്ങളിപ്പോൾ പിരിവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾ നിങ്ങൾ വിളിച്ചില്ലേ? അവർ നിങ്ങളെ കാര്യങ്ങളൊക്കെ നിറവേറ്റി തരാമെന്ന് അവർ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല നമ്മളിപ്പോൾ ഇതിൽ കൂടുതൽ നമ്മളെന്താ ഇപ്പോൾ ചെയ്യേണ്ടത്? ഈ പ്രവാസികളാണ് ഈ നാടിൻ്റെ നട്ടല്, അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങൾ പ്രവാസി സുഹൃത്തുക്കളുണ്ടല്ലോ, ഓരോ വീട്ടിൽ ഓർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടോ നിങ്ങൾ പോയി അന്വേഷിക്കണം. അതുപോലെ ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ വല്ല കുട്ടികളെ വല്ല സ്കൂളിൽ എന്തെങ്കിലും വല്ല പ്രശ്നങ്ങളുണ്ടോന്നോ ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം പോയി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ഈ പെരുന്നാളിന് കിറ്റ് കൊടുക്കണ്ടല്ലോ, ആ കിറ്റുകൾ നിങ്ങൾ പ്രത്യേകം അവരെ വീട് നോക്കി കൊടുക്കണം നിങ്ങൾ. കാരണം അവരെ കൂടി പരിഗണിക്കണം നിങ്ങൾ ഈ കാര്യത്തിൽ. കാരണം എന്താ, അവരിതിനൊക്കെ അർഹതപ്പെട്ട ആൾക്കാരാണ്, അല്ലാതെ വെറും ഒരു പിരിവിന് മാത്രമായിട്ട് വിവരങ്ങൾ കാണരുത്. അത്രയും ഇത് പറയാനുള്ളത്.